സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ റിമൈനിങ് പ്രോബ്ലംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് എക്സസൈസ് 13.1 ഫസ്റ്റ് 4 പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 5th ക്വസ്റ്റ്യൻ തൊട്ട് 9th വരെയുള്ള ക്വസ്റ്റ്യൻസ് അതാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ഈ വീഡിയോയിലൂടെ. കമ്പാരിറ്റീവ്ലി വെരി ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലംസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. ഫോർമുലാസ് നമ്മുടെ മനസ്സിലുണ്ടാവണം, അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫോർമുലാസും ബേസിക് ഐഡിയാസും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർഫസ് ഏരിയ ഓഫ് എ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ്, അതാണ് ഫസ്റ്റ് എക്സസൈസ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് എക്സസൈസിൽ വന്നിട്ടുള്ളത്. അതിൽ 5th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എ ഹെമിസ്ഫെറിക്കൽ ഡിപ്രഷൻ ഈസ് കട്ട് ഔട്ട് from one face of a cubical wooden block such that the diameter L of the hemisphere is equal to the edge of the cube. Determine the surface area of the remaining solid. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 5th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യണേ. അതിൻ്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഹെമിസ്ഫെറിക്കൽ ഡിപ്രഷൻ ഈസ് കട്ട് ഔട്ട് ഫ്രം വൺ ഫേസ് ഓഫ് എ ക്യൂബിക്കൽ വുഡൻ ബ്ലോക്ക്. സോ നമുക്ക് ആദ്യം ഒരു ക്യൂബിക്കൽ വുഡൻ ബ്ലോക്ക് വരയ്ക്കാം. നമുക്കറിയാം ഒരു ക്യൂബിക്കൽ വുഡൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ആയിരിക്കും വരിക. ഇതിൽ നിന്ന് ഒരു ഹെമിസ്ഫിയർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സോ വി ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഒരു ഹെമിസ്ഫിയറിൻ്റെ ഫോമിൽ അതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കാം. സോ ഹെമിസ്ഫെറിക്കൽ ഡിപ്രഷൻ ഈസ് കട്ട് ഔട്ട്. ഹെമിസ്ഫെറിക്കൽ ഡിപ്രഷൻ ഈസ് കട്ട് ഔട്ട് ഫ്രം വൺ ഫേസ് ഓഫ് എ ക്യൂബിക്കൽ വുഡൻ ബ്ലോക്ക്. നമ്മൾ ടോപ്പിൽ നിന്നാണ് താഴേക്ക് ഒരു ഹെമിസ്ഫിയറിൻ്റെ ഫോമിൽ കട്ട് ചെയ്തെടുത്ത് നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈസ് ഡിറ്റർമിൻ ദ സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ്. ഇനി ബാക്കിയുള്ള സോളിഡിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് റിമൈനിങ് സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ്. അപ്പോൾ ഒരു ക്യൂബിൽ നിന്ന് ഒരു ഹെമിസ്ഫിയർ കട്ട് ചെയ്തെടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ പാർട്ടാണ് പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, വിസിബിൾ ആയിട്ടുള്ളത്? നമുക്കറിയാം 4 ഒരു ക്യൂബിന് 6 സൈഡ്സ് ഉണ്ട് അല്ലേ? അതിൽ 4 സൈഡും വരും. ബോട്ടം ഉണ്ടാവും. ടോപ്പിൽ നമ്മളൊരു ഹെമിസ്ഫിയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. ഉള്ളിലേക്കൊരു ഹെമിസ്ഫിയർ കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ മുകൾ ഭാഗം ഒരു സർക്കിളിൻ്റെ ഫോമിൽ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്കൊരു ഹെമിസ്ഫിയറിൻ്റെ ഫോമിലായിരിക്കും കാണുക. മുകൾ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു സർക്കിളിൻ്റെ ഫോമിൽ ടോപ്പ് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഒരു ഹെമിസ്ഫിയറിൻ്റെ ഫോമിലായിരിക്കും കാണുക ഉള്ളിലേക്ക്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 4 സൈഡ്സ് വരും, പിന്നെ ബേസ് വരും, ടോപ്പിൽ സർക്കിൾ ഒഴിച്ച് ബാക്കിയുള്ള ഈ 4 സ്മോൾ പാർട്സ് വരും, പിന്നെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, ഒരു ഹെമിസ്ഫിയറിൻ്റെ ഫോമിൽ കാണാൻ പറ്റും. ഇത്ര ഏരിയ ആണ് നമുക്ക് വരിക. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ദ സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ് ഈസ് ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ് റിമൈനിങ് സോളിഡ് ഈസ് ഈക്വൽ ടു ഏതൊക്കെ പാർട്ടാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് നോക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് എങ്ങനെ വിചാരിക്കാം, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എടുത്തു എന്ന് വിചാരിക്കാം. സോ TSA ഓഫ് എ ക്യൂബ്. TSA എന്ന് പറഞ്ഞാൽ അപ്പോൾ 6 സൈഡ്സ് വന്നു ക്യൂബിൻ്റെ അല്ലേ? അതിലെ ടോപ്പ് സൈഡ് കംപ്ലീറ്റ് ഉണ്ടാവില്ല. അതിൽ നിന്നൊരു സർക്കിളിൻ്റെ ഫോമിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ലേ? ഉള്ളിലേക്ക് ഒരു ഹെമിസ്ഫിയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലെ ഭാഗത്ത് ഈ 4 പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ പോർഷൻ മൈനസ് ചെയ്യണം. സോ വി ക്യാൻ സബ്ട്രാക്ട് ടോപ്പിൽ നിന്ന് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും വന്നു. അതിൽ നിന്ന് ടോപ്പിൽ നിന്ന് ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. സോ മൈനസ് ഏരിയ ഓഫ് എ സർക്കിൾ. ഏരിയ ഓഫ് എ സർക്കിൾ. ഇനി അപ്പോൾ ടോപ്പായി. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഏതാ ഒരു ഹെമിസ്ഫിയറിൻ്റെ ഫോമിലാണ് അല്ലേ? ആ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഭാഗമാണ് മുകളിൽ നിന്ന് കാണുക, വിച്ച് ഈസ് ദ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. So it should be added. CSA of hemisphere, that should be added. ഒന്നുകൂടി ഞാൻ പറയാം.
ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ 6 സൈഡ്സ് ആയി. ഇതിൽ 6 ഫേസസും വേണ്ട. മുകളിൽ എന്ത് ചെയ്യും, ഒരു സർക്കിളിൻ്റെ ഫോമിലുള്ള ഭാഗം കട്ട് ചെയ്ത് പോയിണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഏരിയ ഓഫ് സർക്കിൾ മൈനസ് ചെയ്തത്. ഇനി അതിൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യണം, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. കാരണം ഉള്ളിലേക്ക് ഒരു ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഏരിയ അവിടെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. വി നോ TSA ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഏതാ ഫോർമുല, 6a². അതിൽ എ എന്ന് പറഞ്ഞാൽ ഏതാ, എഡ്ജ് അല്ലെങ്കിൽ സൈഡ് ഓഫ് എ ക്യൂബ്, അതാണ് ഉദ്ദേശിക്കുന്നത്. മൈനസ് നെക്സ്റ്റ് ഏതാ, ഏരിയ ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാ, πr². ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ πr². അപ്പോൾ ഇത്രയും ഭാഗത്ത് ഏരിയ മൈനസ് ചെയ്യണം. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഏത് ഷേപ്പിലാണ് കാണുന്നത്, ഹെമിസ്ഫിയറിൻ്റെ ഫോമിലായിരിക്കും ഉള്ളിലേക്ക് കാണും. അത് ആഡ് ചെയ്യണം. ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2πr². അത് നമുക്ക് ആഡ് ചെയ്യണം. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 2πr². അത് നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇവിടെ നമുക്കിങ്ങനെ എഴുതാം, ഈക്വൽ ടു 6a². അത് 2πr² എന്ന് 1πr² മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 2ന്ന് 1 മൈനസ് ചെയ്താൽ ബാക്കി 1 ആയിരിക്കും. πr² എന്ന് πr², അതായത് സെയിം ടൈം ആയതുകൊണ്ടാണ് സബ്ട്രാക്ട് ചെയ്തത്. ദേ ആർ ലൈക്ക് ടൈംസ്. അപ്പോൾ 2πr² എന്ന് 1πr² മൈനസ് ചെയ്താൽ ബാക്കി 1πr² ആണ് വരിക. 1 എഴുതണമെന്നില്ല. സോ വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സൈൻ, പോസിറ്റീവ്. സോ ഇറ്റ് വിൽ ബി പ്ലസ് πr². ഒന്നുകൂടി പറയാം, 2πr² എന്ന് 1πr² മൈനസ് ചെയ്താൽ 1πr² will remain. So we have 6a² plus πr². ഇങ്ങനെയാണ് നമുക്ക് ടേം കിട്ടുക. ഫൈനൽ ആൻസറിൽ എത്തുന്നതിനേക്കാളും മുന്നേ നമുക്ക് അവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെമിസ്ഫിയറിൻ്റെ ഡയാമീറ്റർ വിച്ച് ഈസ് ഗിവൺ ആസ് L. ആ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, എഡ്ജ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ L is equal to A. ഇതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഡയാമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് എഡ്ജ് ഓഫ് ദ ക്യൂബ് എന്നാണ് പറയുന്നത്. അപ്പോൾ L, ഡയാമീറ്ററിൻ്റെ പേര് L എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ L is equal to A. അങ്ങനെയാണെങ്കിൽ L എന്താണെന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ ആണ് അല്ലേ. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ ഡയാമീറ്റർ ആണ്. അപ്പോൾ എന്താ വരിക, എയുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്ര വരിക, a/2. ഡയാമീറ്റർ ആണ് A, അപ്പോൾ റേഡിയസ് വിൽ ബി a/2. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം അവിടെ, വിച്ച് ഈസ് ഈക്വൽ ടു 6a² പ്ലസ് π. അതുപോലെ തന്നെ എഴുതാം, റേഡിയസിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം, a/2 ഹോൾ സ്ക്വയർ. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. r എന്ന് പറഞ്ഞാൽ ഏതാ, a/2 ആണ്. അപ്പോൾ r² ആകുമ്പോൾ a/2 ഹോൾ സ്ക്വയർ. എപ്പോഴും ബ്രാക്കറ്റ് ഇടണം ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ. വിച്ച് ക്യാൻ ബി സിംപ്ലിഫൈഡ് ആസ് 6a² പ്ലസ് π ഇൻറ്റു എനെ സ്ക്വയർ ചെയ്യുമ്പോൾ a² ആയി, 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആയി അല്ലേ. ഓരോന്നിനും സ്ക്വയർ സെപ്പറേറ്റ് കൊടുക്കുക. a²/4 എന്ന് കിട്ടും. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ഒരാൾ വരുന്നുണ്ട്, ആരാ, a² അല്ലേ. അതിനെ കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും a² ഉണ്ട്. ആ a² കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ ഉണ്ടാവുക ഒരു 6 ആയിരിക്കും. 6 പ്ലസ് ഇവിടെ ബാക്കി ഉണ്ടാവുക ഒരു π ഉണ്ടായിരിക്കും. ബൈ ഏതാ 4 ഉണ്ട് അല്ലേ, π/4. അപ്പോൾ ആൻസർ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, a² ഇൻറ്റു 6 പ്ലസ് π/4. ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് നോക്കാം. എ മെഡിസിൻ ക്യാപ്സൂൾ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ വിത്ത് 2 ഹെമിസ്ഫിയേഴ്സ് stuck to each of its ends. The length of entire capsule is 14 mm and the diameter of the capsule is 5 mm. Find its surface area. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 6. What is given, a medicine capsule. അപ്പോൾ ഒരു മെഡിസിൻ ക്യാപ്സൂൾ ആണ് തന്നിട്ടുള്ളത്. സോ വി ക്യാൻ ഡ്രോ എ ഫിഗർ ലൈക്ക് ദിസ്. മെഡിസിൻ ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിൻ്റെ 2 എൻഡ് പോയിന്റ്സ് അല്ലെങ്കിൽ 2 എൻഡ്സ് ഒരു ഹെമിസ്ഫിയറിൻ്റെ ഷേപ്പിലായിരിക്കും വരിക. ക്യാപ്സൂൾ നമുക്കറിയാം ഏകദേശം ഇതുപോലെ വരും. 2 ഹെമിസ്ഫിയർ 2 എൻഡിലും ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സിലിണ്ടർ, അതായിരിക്കും നമ്മുടെ
ഫിഗർ വരും. So we can consider a capsule is like this in form of a cylinder having two ends as the hemisphere. ഇപ്പോൾ ഒരു ക്യാപ്സൂൾ എന്ന് പറഞ്ഞത് ഒരു സിലിണ്ടറിൻ്റെ രണ്ട് അറ്റവും ഏത് ഷേപ്പിലായിരിക്കും വരിക? ഓരോ ഹെമിസ്ഫിയർ രണ്ട് സൈഡിൽ വരുന്ന തരത്തിലായിരിക്കും ഒരു ക്യാപ്സൂൾ ഉണ്ടായിരിക്കുക. ഇതിന് 3 പാർട്ടായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ്? ഒരു സിലിണ്ടർ ഉണ്ട് അല്ലേ മിഡിലിൽ, ഒരു എൻഡിൽ ഏതായിരിക്കും വരിക? ഹെമിസ്ഫിയർ. അടുത്ത എൻഡിൽ ഏതായിരിക്കും വരിക? ഹെമിസ്ഫിയർ. അപ്പോൾ രണ്ട് ഹെമിസ്ഫിയറും ഒരു സിലിണ്ടറും ജോയിൻ ചെയ്തതായിരിക്കും ഏത് വരിക? ഒരു ക്യാപ്സൂൾ എന്ന് പറഞ്ഞത് വരിക. അങ്ങനെയാണെങ്കിൽ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈസ് ഫൈൻഡ് ഇറ്റ്സ് സർഫസ് ഏരിയ. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള മെഷർമെൻറ്റ്സ് അവിടെ മാർക്ക് ചെയ്യാം. ലെങ്ത് ഓഫ് എൻറ്റർ ക്യാപ്സൂൾ ഈസ് ഗിവൺ. ക്യാപ്സൂളിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെയുള്ള ടോട്ടൽ ലെങ്ത് അവർ തന്നിട്ടുണ്ട്. വാട്ട്സ് ദ ലെങ്ത് ഓഫ് ക്യാപ്സൂൾ? ഇറ്റ് ഈസ് ഗിവൺ 14 millimeter. നെക്സ്റ്റ് അവർ തന്നിട്ടുള്ളത് ഡയാമീറ്റർ ഓഫ് ദ ക്യാപ്സൂൾ ഈസ് ഗിവൺ. ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെയുള്ളതാണ്. ഇതിനാണ് ഡയാമീറ്റർ എന്ന് നമുക്ക് പറയാം. അത് എത്രയാണ് തന്നിട്ടുള്ളത്? 5 millimeter ആണെന്ന് തന്നിട്ടുണ്ട്. 5 millimeter. ഡയാമീറ്റർ എന്ന് പറഞ്ഞത് ഇതായിരിക്കും വരിക. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഹെമിസ്ഫിയർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് എന്താ വരിക? അതിൻ്റെ ഡയാമീറ്റർ ആയിരിക്കും വരിക അല്ലേ. ആ ഡയാമീറ്റർ ആണ് 5 millimeter എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 5 millimeter ആണെങ്കിൽ ഇതും ഡയാമീറ്റർ തന്നെയായിരിക്കും വരിക. എത്രയായിരിക്കും വരിക? 5 millimeter ആയിരിക്കും വരിക. അപ്പോൾ രണ്ട് സൈഡിലും 5 millimeter ആയിരിക്കും വരിക. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഒരു സിലിണ്ടർ ഉണ്ടെന്ന് പറഞ്ഞ മിഡിലിൽ, ആ സിലിണ്ടറിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് ഏതാണെന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചാൽ ഇത് ഏതായിരിക്കും വരിക? റേഡിയസ് ആണ് അല്ലേ. സെൻറ്ററിൽ നിന്ന് സർക്കിളിൽ ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ഏതാ? റേഡിയസ് ആണ്. അപ്പോൾ ഡയാമീറ്റർ 5 millimeter ആണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? 5/2. അപ്പോൾ ഇവിടെയും ഏതായിരിക്കും വരിക? റേഡിയസ് ആയിരിക്കും വരിക. എത്രയായിരിക്കും വരിക? 5/2. ഡയാമീറ്റർ ആണ് ഇവിടെ നിന്ന് ഇവിടം വരെ, അതാണ് 5 എങ്കിൽ റേഡിയസ് ആയിരിക്കും ഈ എൻ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ നമുക്ക് എന്ത് പറയാം? റേഡിയസ്. അത് എത്രയായിരിക്കും വരിക? 5/2 അല്ലെങ്കിൽ 2.5 ആണെന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ എച്ച് കണ്ടുപിടിക്കാനായിട്ട്, എച്ച് എന്ന് പറഞ്ഞാൽ ഏതാ? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ലെങ്ത് എത്രയാ? 14 ആണ് അല്ലേ. ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെയുള്ളത് 14 ആണ്. അതിൽ നിന്ന് ഇവിടെയുള്ള റേഡിയസും മൈനസ് ചെയ്യണം. ബാക്കിയുള്ളതായിരിക്കും ഏത് വരിക? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയുള്ളത്? റേഡിയസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയുള്ളത്? റേഡിയസ്. അപ്പോൾ രണ്ട് റേഡിയസ് ചേർന്നാൽ ഏതായി? ഡയാമീറ്റർ ആയില്ലേ. അപ്പോൾ ഡബിൾ റേഡിയസ് എന്ന് പറയാം. അതായത് രണ്ട് റേഡിയസ് അതിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 14 മൈനസ് റേഡിയസിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ അല്ലേ. അപ്പോൾ ഡയാമീറ്റർ എത്രയാണ് തന്നിട്ടുള്ളത്? 5. അപ്പോൾ എത്ര വരിക? 14 മൈനസ് 5 വിച്ച് വിൽ ബി ഈക്വൽ ടു 9. അതായിരിക്കും ഹൈറ്റ് വരിക. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 9 millimeter. എന്നോട് ഞാൻ പറയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയസ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും റേഡിയസ് ആണ്. അപ്പോൾ രണ്ട് റേഡിയസ് നമുക്ക് മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ മൈനസ് ചെയ്യണം. ഡയാമീറ്റർ മൈനസ് ചെയ്യുമ്പോൾ 14 മൈനസ് 5 വിച്ച് വിൽ ബി 9. ഇപ്പോൾ എല്ലാ മെഷർമെൻറ്റ്സും നമുക്കായി. ഇനി നമുക്ക് ഈസി ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ് അല്ലേ. സോ സർഫസ് ഏരിയ, റിക്വയർഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു റിക്വയർഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് 3 ഫിഗറായിട്ട് നമുക്ക് ആലോചിക്കാം. ഒരു ഹെമിസ്ഫിയർ, ഒരു സിലിണ്ടർ, പിന്നെ വീണ്ടും ഏതാ? ഹെമിസ്ഫിയർ. ഇത്രയും ചേർന്നതാണ്, ജോയിൻ ചെയ്തതാണ് എന്ത്? ഒരു ക്യാപ്സൂൾ എന്ന് പറഞ്ഞത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 3 എണ്ണത്തിൻ്റെ ഏരിയ ആഡ് ചെയ്യണ്ടേ. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ഏതൊക്കെയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏരിയയാണ് നമ്മൾ എന്താ പറയുക? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാ? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. അപ്പോൾ ഇത് CSA ആണ്. ഇത് ഏതാ വരിക? CSA ഓഫ് ഹെമിസ്ഫിയർ ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ ഇതൊരു സിലിണ്ടർ ആണ് അല്ലേ. സിലിണ്ടറിൻ്റെ സൈഡ് മാത്രമാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? കർവ്ഡ് സർഫസ് ഏരിയ. ബേസും ഇല്ല ടോപ്പും ഇല്ല, സൈഡ് മാത്രമല്ല വരുന്നത് സിലിണ്ടറിൻ്റെ. സോ ഇറ്റ് വിൽ ബി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക.
സർഫസ് ഏരിയ CSA ഓഫ് സിലിണ്ടർ പ്ലസ് 2 ഇൻറ്റു 2 എന്ന് പറയാൻ കാരണം ഇവിടെയും കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്, ഇവിടെയും കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. അപ്പോൾ എത്ര കർവ്ഡ് സർഫസ് ഏരിയ വരും? 2 അല്ലേ? 2 ഇൻറ്റു കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഏതാ വരുന്നത്? ഹെമിസ്ഫിയർ. ഒരു ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ് രണ്ട് സൈഡിലും വരിക. അപ്പോൾ 2 എന്നുള്ളത് കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു CSA ഓഫ് സിലിണ്ടർ പ്ലസ് 2 ഹെമിസ്ഫിയർ. ഇവിടെ ഒരു ഹെമിസ്ഫിയർ ആണ്, ഇവിടെ ഒരു ഹെമിസ്ഫിയർ ആണ് അല്ലേ? 2 ഹെമിസ്ഫിയർ നമ്മൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഹെമിസ്ഫിയേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇറ്റ് വിൽ ബി? എ സ്ഫിയർ. അപ്പോൾ 2 ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം? സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ. ശരിയല്ലേ? 2 കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ചേർന്നാൽ ഒരു സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ ആയി. സോ വി ക്യാൻ റൈറ്റ് സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ. 2 ഹെമിസ്ഫിയർ കൂടി ആഡ് ചെയ്തതാണ് സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ ആയത് കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു, നെക്സ്റ്റ് നമുക്ക് ഫോർമുല കൊടുക്കാം. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ, വാട്ട് ഈസ് ദ ഫോർമുല വി ഹാവ്? 2πRH പ്ലസ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ. ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4πr². രണ്ടിനും ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ 2πRH, സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ആണ് 4πr². ഈ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 2 ആൻഡ് ഓൾസോ പൈ, പിന്നെ ആരാ? r. ഈ 3 പേര് ഇതിൽ കോമൺ ആണ്, 2ഉം പൈയും r-ഉം. അത് ഇതിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. സോ 2πr ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. ഇതിൽ ബാക്കി ഉണ്ടാവുക ആര് മാത്രം? h പ്ലസ് 4ന്ന് 2 പുറത്തേക്ക് എടുത്താൽ ബാക്കി അവിടെ ഏതുണ്ടായിരിക്കും? 2. 2 ഇൻറ്റു 2 ആണ് 4 അല്ലേ? ബാക്കി പൈ നമ്മൾ ഔട്ട്സൈഡ് എടുത്തു, r-ഉം ഔട്ട്സൈഡ് എടുത്തു. r² ഒരു r ആണ് പുറത്തേക്ക് എടുത്തത്, ബാക്കി ഒരു r വിൽ റിമെയിൻ. സോ 2r. ഇവിടെ ബാക്കി ഉണ്ടാവുക, ഇവിടെ h-ഉം ഇവിടെ 2r-ഉം ആണ് ബാക്കി ഉണ്ടാവുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു പൈയുടെ വാല്യൂ എത്രയാ? 22/7. റേഡിയസ് എത്രയാ? ഡയാമീറ്റർ ആണ് 5 എന്ന് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക? 5/2 അതായിരിക്കില്ലേ റേഡിയസ്? അപ്പോൾ r ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 5/2 അല്ലെങ്കിൽ 2.5 എന്ന് എടുക്കാം. നമുക്ക് ഫ്രാക്ഷനിൽ എഴുതുന്നതാണ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതെടുക്കാം? 5/2 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെയുള്ള ഹൈറ്റ് അത് എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 9. h എന്ന് പറഞ്ഞാൽ ഏതാ? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 9. പ്ലസ് 2 ഇൻറ്റു അഗെയിൻ റേഡിയസ് എത്രയാണെന്നാണ് പറഞ്ഞത്? 5/2. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 5/2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെയാണെങ്കിൽ ഈ 2ഉം 2ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? സോ വാട്ട് വിൽ ബി റിമൈനിങ്? 22 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 7 ഉണ്ട്. ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി 9 പ്ലസ് 5 ആയിരിക്കും. 9 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഹിയർ. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 9 പ്ലസ് 5 ആണ്, അത് 14 ആയി. നമുക്കറിയാം 7 14ൽ കട്ട് ചെയ്യാം. എത്ര ടൈംസാണ്? 2 ടൈംസ്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. 22 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 110 ഇൻറ്റു 2 വിച്ച് വിൽ ബി 220 യൂണിറ്റ് ഏതാ? millimeter square. So 220 millimeter square. That will be the answer. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് വരിക 220 millimeter square എന്ന് വരും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഫിഗറിന് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. 2 ഹെമിസ്ഫിയർ ഒരു സിലിണ്ടറും കൂടി ആഡ് ചെയ്തതാണ് നമ്മുടെ ക്യാപ്സൂൾ എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ആദ്യം ഹൈറ്റ് ഓഫ് സിലിണ്ടർ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 ഹെമിസ്ഫിയർ കൂടി ആഡ് ചെയ്താൽ ഒരു സ്ഫിയർ ആയി. അപ്പോൾ നമുക്കവിടെ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ എന്ന് എടുത്താൽ മതി. അതിൻ്റെ ഫോർമുല കൊടുത്തു. കോമൺ ടേംസ് പുറത്തെടുക്കുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് കുറച്ചും കൂടി എളുപ്പം. ഓരോന്നിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം കോമൺ ആയിട്ട് ടേംസ് പുറത്തെടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. സോ ഇറ്റ് വിൽ ബി ലിറ്റ് മോർ ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 7th ക്വസ്റ്റ്യൻ. A tent is in the shape of a cylinder surmounted by a conical top. If the height and diameter of the cylindrical part are 2.1 meter and 4 meter respectively,
and the slant height of the top is 2.8 meter. Find the area of the canvas used for making the tent. Also find the cost of the canvas of the tent at the rate of rupees 500 per meter square. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യം ഏരിയ കണ്ടുപിടിക്കണം, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഈ രണ്ട് പ്രോബ്ലം നമുക്ക് രണ്ട് ആൻസറും നമുക്കിവിടെ ചെയ്യണം. അപ്പോൾ ആദ്യം ഫിഗർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാ നമ്മുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ ടെൻ്റ് ആണ് അല്ലേ. ടെൻ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഷേപ്പ് ഓഫ് എ സിലിണ്ടർ സർമൗണ്ടഡ് ബൈ എ കോണിക്കൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിന് ഒരു കോണിക്കൽ ടോപ്പ് കൊണ്ട് മൂടിയിരിക്കുന്നു അല്ലേ, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതൊരു സിലിണ്ടറാണ്, സർമൗണ്ടഡ് ബൈ എ കോണിക്കൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്താ ഒരു കോണിക്കൽ ടോപ്പ് കൊണ്ട് അതിനെ കവർ ചെയ്ത് നോക്കണം, അതാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ആൻഡ് ഡയാമീറ്റർ ഓഫ് ദ സിലിണ്ടറിക്കൽ പാർട്ട് ഈസ് ഗിവൺ. ഹൈറ്റ് തന്നിട്ടുണ്ട്, എത്രയാ 2.1. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് കേട്ടോ സിലിണ്ടറിൻ്റെ 2.1 എന്ന് പറയണം. 4 മീറ്റർ എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഡയാമീറ്റർ. അപ്പോൾ ഡയാമീറ്റർ 4 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. 4 മീറ്റർ ഡയാമീറ്ററും ഹൈറ്റ് 2.1 മീറ്ററും ആണ് കേട്ടോ. ഡയാമീറ്റർ ഇറ്റ് ഈസ് 4 മീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഒരു കാര്യമാണ് ചെയ്യുന്നത്, സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഈസ് 2.8. ടോപ്പ് എന്ന് പറഞ്ഞാൽ കോണാണ് അല്ലേ, ആ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൽ എന്ന് പറയും അല്ലേ, അതാണ് തന്നിട്ടുള്ളത്. എൽ ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്, സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്കറിയാം സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ളതാണ്. എൽ ഈസ് ഈക്വൽ ടു 2.8 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ക്യാൻവാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ ടെൻറ്റ്. അപ്പോൾ ടെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ബേസ് എന്ന് പറയുന്ന സർക്കിള് ആ ടെൻറ്റ് കവർ ചെയ്യില്ല. നമുക്കറിയാം മുകൾ ഭാഗം മാത്രമേ കവർ ചെയ്യുള്ളൂ, ബേസ് അത് കവർ ചെയ്യില്ല. അപ്പോൾ അടിയിലത്തെ ഭാഗം നമ്മൾ ടെൻറ്റ് കൊണ്ട് കവർ ചെയ്യില്ല, സൈഡും മുകൾ ഭാഗവും മാത്രമേ വരുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബേസ് ഏരിയ അല്ലെങ്കിൽ ആ സർക്കിള് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, സൈഡും പിന്നെ ഏതാ. അപ്പോൾ ഏതാ വരിക, ഒരു സിലിണ്ടറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ കേർവ്ഡ് സർഫസ് ഏരിയ, പിന്നെ ടോപ്പ് ഏതാ കോണിൻ്റെ ഏതാ കേർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയയും കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയയും ആഡ് ചെയ്താൽ ക്യാൻവാസിൻ്റെ ടോട്ടൽ ഏരിയ ആയി അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ ചെയ്യാം. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള ആദ്യം ഏരിയ ഓഫ് ദ ക്യാൻവാസ് യൂസ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ക്യാൻവാസ് നീഡഡ്, ഏരിയ ഓഫ് ക്യാൻവാസ് റിക്വയർഡ് ഓക്കെ is equal to making the tent is equal to എന്തായിരിക്കും വരിക, CSA of cylinder അല്ലേ, സിലിണ്ടറിൻ്റെ സൈഡ് CSA of cylinder പ്ലസ് ഇനി ഏതാ വരിക, കോണിൻ്റെ ഈ സൈഡ് കവർ ചെയ്യണം അല്ലേ. അപ്പോൾ എന്താ വരിക, അഗെയിൻ CSA of കോൺ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും കേർവ്ഡ് സർഫസ് ഏരിയ ആണ്, കാരണം സൈഡ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണേ കവർ ചെയ്യണേ. അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ, അതായിരിക്കും നമുക്ക് വേണ്ട ഏരിയ. കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല നമുക്കറിയാം, കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഏതാ, 2πRH പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം πRL. ഈ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഏത് വന്നിട്ടുണ്ട്, പൈയും ഉണ്ട് ആറും ഉണ്ട്. രണ്ടിൻ്റെയും റേഡിയസ് സെയിം ആണ്. നമുക്കറിയാം ഇതിൻ്റെ ബേസ് രണ്ടും നോക്കൂ, ഇതിൻ്റെ രണ്ടിൻ്റെയും റേഡിയസ് എന്താ സെയിം ആണ്. ഈ റേഡിയസ് തന്നെയാണ് കോണിനും ഈ റേഡിയസ് തന്നെയാണ് സിലിണ്ടറിനും. അപ്പോൾ അത് രണ്ടും സെയിം ആയതുകൊണ്ട് പൈയും ആറും കോമൺ ആണ്, പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇവിടെ ഉണ്ടാവുക ഒരു 2 ഉണ്ടായിരിക്കും, ബാക്കി ഇവിടെ ഏതുണ്ടാവുക H. ഇതിലെ പൈ ആർ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ ഉണ്ടാവുക ഏതാ L. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ 2ഉം Hഉം ഉണ്ടായിരിക്കും. ഹിയർ L വിൽ ബി റിമൈനിങ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വാല്യൂസ്. പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാ 22/7. റേഡിയസ് ഡയാമീറ്റർ 4 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് ആണ് അല്ലേ, 4ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2H. H എത്രയാണ് 2.1. L എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അവർ തന്നിട്ടുണ്ട് 2.8. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ട. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ തന്നിട്ടുണ്ട് 2.1, സ്ലാൻഡ് ഹൈറ്റ് ഓഫ് കോൺ തന്നിട്ടുണ്ട് 2.8. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിനെ എങ്ങനെ എഴുതാം, 22/7 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2.1 എന്ന് പറഞ്ഞാൽ എത്രയാണ്
4.2 2നെ 2.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 4.2 ആയി പ്ലസ് 2.8. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കത് ആഡ് ചെയ്യാം 22/7 ഇൻറ്റു 2 ആഡ് ചെയ്ത് നോക്കൂ 4 + 2 8 അല്ലേ 8.8ഉം 0.2ഉം കൂടി ആകുമ്പോൾ 1 ആവും. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക 4.2 പ്ലസ് 2.8 എന്ന് പറഞ്ഞാൽ എത്രയായി 7 എന്ന് വരും അല്ലേ. ഇറ്റ് വിൽ ബി 7. 7 can be cut in 7. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയി 2 into 22. വാട്ട് ഇറ്റ് വിൽ ബി 2 into 22 44. യൂണിറ്റ് ഏതായിരുന്നു മീറ്റർ. സോ വാട്ട് ഇറ്റ് വിൽ ബി 44 meter square. That will be the area of the canvas required. അപ്പോൾ എത്ര ക്യാൻവാസ് ആണ് വേണ്ടി വരിക 44 meter square canvas is required. അതൊരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയി. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള എന്താ കോസ്റ്റ് ഓഫ് ദ ക്യാൻവാസ് ഓഫ് ദ ടെൻറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് ₹500 per meter square. ഒരു മീറ്റർ സ്ക്വയറിന് 500 rupees ആണെങ്കിൽ എത്ര റുപ്പീസാണ് കോസ്റ്റാണ് അതിൻ്റെ ടോട്ടൽ വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് കോസ്റ്റ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ കോസ്റ്റ് ഓഫ് ക്യാൻവാസ് റിക്വയർഡ് അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം കോസ്റ്റ് ഓഫ് ക്യാൻവാസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് ടോട്ടൽ ഏരിയ ഉള്ളത് 44 meter square അല്ലേ. ഒരു മീറ്റർ സ്ക്വയറിന് എത്ര റുപ്പീസാണ് പറയണത് 500 rupees. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര ആയിരിക്കും വരിക 44 into 500. നമുക്കറിയാം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട് അല്ലേ. ഹാഫ് എടുത്ത് 0 ചേർത്താൽ മതി. 4ൻ്റെ ഹാഫ് 2 4ൻ്റെ ഹാഫ് 2 ഒരു 0 ആഡ് ചെയ്യുക. അപ്പോൾ 44 into 5 ആയി. ഇനി ഇവിടെ 2 സീറോസ് ഉണ്ട് അല്ലേ അത് അതുപോലെ എഴുതി. അപ്പോൾ എത്ര വരിക 22,000. 44 into 500 എന്ന് പറഞ്ഞാൽ 22,000 ആവും. അതിൻ്റെ യൂണിറ്റ് ഇത് റുപ്പീസാണ് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം ₹22,000 എന്ന് പറയാം കേട്ടോ, അല്ലെങ്കിൽ 22,000 rupees. ദാറ്റ് വിൽ ബി ദ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ 2 പാർട്ട് ഉണ്ട്. ഇവിടെയും കോമ്പിനേഷൻ ഏതൊക്കെയാണ് ഒരു സിലിണ്ടറും പിന്നെ ഏതാ ഒരു കോൺ അതിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ രണ്ടിൻ്റെയും കർവ്ഡ് സർഫസ് ഏരിയ ആഡ് ചെയ്താൽ മതി. ഈസിലി യു ക്യാൻ ഡു. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നെക്സ്റ്റ് ചെയ്യണത്. ഫ്രം എ സോളിഡ് സിലിണ്ടർ whose height is 2.4 centimeter and diameter 1.4 centimeter, a conical cavity of the same height and the same diameter is hollowed out. Find the total surface area of the remaining solid to the nearest centimeter square. അപ്പോൾ ആദ്യം ഫിഗർ ഏതാ തന്നിട്ടുള്ളതെന്ന് ആലോചിക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കണം. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എവർ ദ തിങ്സ് ഇറ്റ് ഈസ് ഗിവൺ. എന്തൊക്കെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ ഒരു സൈഡിൽ നോട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈസി. ഇവിടെ ഫിഗർ ആദ്യം വരയ്ക്കാം. സോളിഡ് സിലിണ്ടർ ഹൂസ് ഹൈറ്റ് ഈസ് ഗിവൺ, ഡയാമീറ്റർ ഈസ് ഓൾസോ ഗിവൺ, കോണിക്കൽ കാവിറ്റി ഓഫ് ദ സെയിം ഹൈറ്റ് ആൻഡ് സെയിം ഡയാമീറ്റർ ഈസ് ഹോളോഡ് ഔട്ട്. അപ്പോൾ 2 ഫിഗർ ഉണ്ട്. ഒന്ന് സിലിണ്ടറും ഒന്ന് ഏതാ കോണും അല്ലേ. പറയണത് ഇതാണ് ഒരു സിലിണ്ടർ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു സിലിണ്ടറിൽ നിന്ന് ഒരു കോണിക്കൽ കാവിറ്റി അത് കട്ട് ചെയ്ത് എടുക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോണിക്കൽ കാവിറ്റി ഓഫ് ദ സെയിം ഹൈറ്റ് ആൻഡ് സെയിം ഡയാമീറ്റർ. ഡയാമീറ്ററും സെയിം ആണ് ഹൈറ്റും സെയിം ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടതാണ് കോണിൻ്റെ ഹൈറ്റും സിലിണ്ടറിൻ്റെ ഹൈറ്റും. ഇതിലൊരു കോണും ഉണ്ട് ഒരു സിലിണ്ടറും ഉണ്ട്. രണ്ടിൻ്റെ ഹൈറ്റ് സെയിം ആണ്. പിന്നെ രണ്ടിൻ്റെയും ഡയാമീറ്റർ സെയിം ആണ്. ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത് അല്ലേ. അത് രണ്ടും സെയിം ആണ്. അങ്ങനെ കട്ട് ചെയ്ത് ഹോളോഡ് ഔട്ട് കട്ട് ചെയ്തെടുത്തു എന്ന് പറയണം. കട്ട് ചെയ്തെടുക്കണം. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ് ടു ദ നിയറസ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. റിമൈനിങ് സോളിഡിൻ്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഫിഗർ ഒരു സിലിണ്ടറിൽ നിന്ന് ഒരു കോൺ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഹോളോഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളിലെ ഏത് ഷേപ്പിലാണ് മുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുക. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺ ആയിരിക്കും വരിക അല്ലേ. ഈ ഷേപ്പിലായിരിക്കും ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവുക ഒരു കോണിൻ്റെ ഷേപ്പിൽ. രണ്ടിൻ്റെയും ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ഹൈറ്റ് h സെയിം ആണ് കേട്ടോ. അതുപോലെ ഡയാമീറ്ററും രണ്ടിൻ്റെയും എന്താണ് സെയിം ആണ്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഏതായിരിക്കും റിമൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും. ഈ സൈഡ് ഉണ്ടായിരിക്കും. സിലിണ്ടറിൻ്റെ സൈഡ് എടുക്കണം. സിലിണ്ടറിൻ്റെ ബേസ് വരും അല്ലേ. അതവിടെ ഉണ്ടാവും. ബേസും ഉണ്ടായിരിക്കും സിലിണ്ടറിൻ്റെ സൈഡും ഉണ്ടായിരിക്കും. ടോപ്പിൽ എന്താ സംഭവിക്കുക മുകൾ ഭാഗത്തെ ഒരു കോൺ ഹോളോഡ് ഔട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് ഏത് ഷേപ്പിലാണ് ഒരു കോണിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിൽ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറിൽ നിന്ന് മുകളിലത്തെ സർക്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. എന്നിട്ട് ഈ കോണിൻ്റെ ഏരിയ കർവ്ഡ് സർഫസ് ഏരിയ ആഡ് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം, കാരണം ആ ഫോർമുല 2πr × r+h ആണ്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇങ്ങനെ പറയാം. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറിൻ്റെ കൂടെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാ, ഒരു സർക്കിൾ, അത് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ സൈഡും ആയി, പിന്നെ ബേസും ആയി. ടോപ്പ് ഓൾറെഡി പോയിട്ടുണ്ട്, പിന്നെ അതിന് പകരം എന്ത് ആഡ് ചെയ്താൽ മതി, ഒരു കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ രണ്ട് തരത്തിൽ ഈ പ്രോബ്ലം ചെയ്യാം. ഒന്നുകിൽ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറിൽ നിന്ന് മുകളിലത്തെ സർക്കിൾ മൈനസ് ചെയ്യാം, എന്നിട്ട് കോണെ ആഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എളുപ്പം, മൈനസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറിൻ്റെ കൂടെ ബേസിലെ സർക്കിളിൻ്റെ ഏരിയ അവിടെ ഉണ്ടാവും, അത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ കോണിൻ്റെ ഏരിയയും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നും മൈനസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് റിമൈനിങ് സോളിഡ്, TSA ഓഫ് റിമൈനിങ് സോളിഡ് ഈസ് ഈക്വൽ ടു, ഏതൊക്കെ ഭാഗം വരിക, ഒരു സിലിണ്ടറിൻ്റെ സൈഡ് വരും എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ. അപ്പോൾ സൈഡായി അല്ലേ. ഇനി ബേസ് അവിടെ ഉണ്ടാവും അല്ലേ. ബേസ് എന്ന് പറയുന്നത്, സിലിണ്ടറിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഏതാ, ഒരു സർക്കിൾ അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഏരിയ ഓഫ് എ സർക്കിൾ. അതെവിടുന്ന കിട്ടിയത്, സൈഡ്, പിന്നെ ഏതാ, ബേസ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ മുകളിൽ നമുക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത്, ഒരു കോണിൻ്റെ ഷേപ്പിലാണ് ഉള്ളിലേക്ക് കാണാൻ പറ്റുക അല്ലേ. ആ കോണിൻ്റെ എന്തായിരിക്കും വരിക, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ, അതായിരിക്കും മുകൾ ഭാഗത്ത് വരിക. മുകൾ ഭാഗത്ത് സർക്കിൾ ഇല്ല കേട്ടോ, ഉള്ളിലേക്ക് ഏത് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് നോക്കുകയാണ്, കോണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് നോക്കുകയാണ്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുക, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ ആയിരിക്കും കാണുക. ഇത്രയും ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് റിമൈനിങ് സോളിഡ് കിട്ടും. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സൈഡ് വരും, ബോട്ടം, ബേസ് വരും അല്ലേ, സർക്കിളിൻ്റെ ഏരിയ. ഉള്ളിലേതാ, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ. ടോപ്പിലൊന്നുമില്ല, ഉള്ളിലേക്ക് കട്ട് ചെയ്തെടുത്ത് നോക്കുകയാണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ CSA ഓഫ് സിലിണ്ടർ നമുക്കറിയാം, ഫോർമുല ഏതാ, 2πRh പ്ലസ് ഏരിയ ഓഫ് എ സർക്കിൾ നിങ്ങൾക്കറിയാം πr². CSA ഓഫ് എ കോൺ, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം πRL. ഇതാണ് ഫോർമുല വരിക, 2πRh പ്ലസ് πr² പ്ലസ് what it will be, πRL. ഇത്രയും കാര്യങ്ങളാണ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരിക. ഇനി വേറൊരു കാര്യം, ഇതിൽ മെഷർമെൻറ്റ്സ് ഏതാണെന്ന് നമുക്ക് നോട്ട് ചെയ്യാം. ഹൈറ്റ് തന്നിട്ടുണ്ട് സിലിണ്ടറിൻ്റെ, എത്രയാ, 2.4 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ 2.4 സെൻറ്റിമീറ്റർ. ഡയാമീറ്റർ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 1.4 ഡയാമീറ്റർ, 1.4 മീറ്റർ ആണെന്നും പറയുന്നുണ്ട്. സെൻറ്റിമീറ്റർ, അതായത് മീറ്റർ അല്ല, സെൻറ്റിമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം, ഇതിൽ 3 ടേമിലും കോമൺ ആയിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട്, പൈ ആൻഡ് ഓൾസോ ആർ ഈസ് കോമൺ ഇൻ ദീസ് 3 ടേംസ്. പൈ ആർ എന്നുള്ള 2 ടേമും 2 ടേംസും ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അത് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ പൈ ആർ ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. ബാക്കി ഇവിടെ ഉണ്ടാവുക 2 ആയിരിക്കും, പിന്നെ ഇവിടെ ഏതുണ്ടാവുക, h, 2h. ഇതിൽ പൈയും ഒരു 6 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ r² ഒരു r മാത്രമാണ് ബാക്കി ഉണ്ടാവുക അല്ലേ. πr² πr നമ്മൾ പുറത്തേക്ക് എടുത്താൽ 1r വിൽ റിമെയിൻ. ഇവിടെ πRL πr പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഏതുണ്ടാവുക, l വിൽ ബി റിമൈനിങ്. സോ πr നമ്മൾ കോമൺ ആയി പുറത്തെടുത്താൽ ഇവിടെ 2h ഉണ്ടായിരിക്കും, ഇവിടെ ഒരു r ബാക്കി ഉണ്ടാവും, ഇവിടെ ഒരു l ബാക്കി ഉണ്ടാവും, 2h പ്ലസ് r പ്ലസ് l. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമുക്ക്. അതിനേക്കാൾ മുന്നേ ഇവിടെ l നമുക്ക് കണ്ടുപിടിക്കണം. l തന്നിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ. സോ വാട്ട് ഈസ് l, സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അതായത് ഇതാണ് l എന്ന് പറയുന്നത്, സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഒരു ഫോർമുല ഉണ്ട്. ഏതായിരുന്നു ഫോർമുല, ഇത് h ആണ് കോണിൻ്റെ, ഇത് l ആണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് ആണ്, ഇത് ഏതാ പറയുക, റേഡിയസ് അല്ലേ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പോലെ ആലോചിച്ച ഫോർമുല നമുക്കറിയാം. ഏതായിരുന്നു ഫോർമുല, l² ഈസ് ഈക്വൽ ടു h² പ്ലസ് r². l കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, l² ഈസ് ഈക്വൽ ടു h² പ്ലസ് r². ഇതിൽ h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, അത് നമുക്കറിയാം, എത്രയാ, 2.4 സ്ക്വയർ.
റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ 1.4 ആണ് അല്ലേ. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? 1.4ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.7. റേഡിയസ് എന്ന് പറയുന്നത് 1.4/2 which will be equal to 0.7. അതിൻ്റെ സ്ക്വയർ ചെയ്യണം. 0.7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2.4. 24ൻ്റെ സ്ക്വയർ നമുക്കറിയാം 576 ആണ് അല്ലേ. ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണ്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് നീക്കണം അല്ലേ. അപ്പോൾ 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് നീക്കിയിട്ട് വേണം ഡെസിമൽ ഇടാൻ. അറിയാലോ. 2.4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതായിരിക്കും? 5.76. സ്ക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്? 24ൻ്റെ സ്ക്വയർ 576. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് നീക്കിയിട്ട് വേണം ഡെസിമൽ ഇടാനായിട്ട്. പ്ലസ് 7ൻ്റെ സ്ക്വയർ 49 ആണ്. പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് നീക്കിയിട്ട് വേണം പോയിന്റ് ഇടാൻ. അപ്പോൾ എന്താ വരിക? 0.49 എന്ന് പറഞ്ഞാൽ ഇത് ആഡ് ചെയ്യുമ്പോൾ 5.76 പ്ലസ് 0.49 ആഡ് ചെയ്യുമ്പോൾ 9 + 6 15 റിമൈനിങ് 1 11 + 1 12 റിമൈനിങ് 1 6 6.25 ആവും. ഇത് ആഡ് ചെയ്യുമ്പോൾ 6.25 എന്ന് വരും. വിച്ച് ഈസ് എൽ സ്ക്വയർ. അപ്പോൾ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 6.25. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു √6.25. 6.25ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം. 625 എന്നതിൻ്റെ റൂട്ട് എത്രയാണ്? 25 ആണ് അല്ലേ. അപ്പോൾ ഒരു ഡെസിമൽ ഇങ്ങോട്ട് നീക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഏതാവും വരിക? എൽ ഈസ് ഈക്വൽ ടു 2.5 എന്ന് വരും കേട്ടോ. യൂണിറ്റ് ഏതാ? സെൻറ്റിമീറ്റർ. ഇങ്ങനെ എല്ലാം ആദ്യം കണ്ടുപിടിക്കണം. സ്ലാൻഡ് ഹൈറ്റ് 625ൻ്റെ സ്ക്വയർ റൂട്ട് 25 ആണ്. അപ്പോൾ 2 ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ റൂട്ട് കാണുമ്പോൾ ഒരു ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് നീക്കി ഡെസിമൽ ഇട്ടാൽ മതി. 2.5. ഇനി നമുക്ക് ഈ വാല്യൂ എല്ലിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏതാ വരിക? 22/7 ഇൻറ്റു റേഡിയസ് എത്ര നമുക്ക് കിട്ടിയിട്ടുള്ള 0.7 ഇൻറ്റു 2 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ 2.4 ആണ്. പ്ലസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ 0.7. എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.5. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ 22/7 ഇൻറ്റു 0.7 ഇൻറ്റു 2 ഇൻറ്റു 2.4 എന്ന് പറഞ്ഞാൽ എത്രയായി? 4.8 പ്ലസ് 0.7 പ്ലസ് 2.5 which can be written as 22/7 ഇൻറ്റു 0.7 ഇൻറ്റു ഇത് 3 ടേമും നമ്മൾ ആഡ് ചെയ്യാം. നമുക്കറിയാം 4.8 0.7 പിന്നെ ഏതാ 2.5 അല്ലേ. ആഡ് ചെയ്യുമ്പോൾ what you will be getting 8 എന്ന് വരും അല്ലേ. ആഡ് ചെയ്യുമ്പോൾ 8 എന്ന് വരും. ആ 8 നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി. ഇനി 7.7 ഡയറക്റ്റ് കട്ട് ചെയ്യാം 0.1 ടൈം അല്ലേ. അതറിയാത്തവർ ഇങ്ങനെ ചെയ്യാം. ഡെസിമൽ മാറ്റിയിട്ട് ചെയ്യാം. കൺഫ്യൂഷൻ ഇല്ലാത്തവർക്ക് ഡയറക്റ്റ് കട്ട് ചെയ്ത് 0.1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡെസിമൽ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യാം. 22/7 ഇൻറ്റു 0.7 ഇൻറ്റു 8 ആണ്. ഇവിടുത്തെ ഡെസിമൽ കളയാൻ 10 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതായിരിക്കും വരിക? 22 ഇൻറ്റു 7 ഇൻറ്റു 8 എന്നാവും അല്ലേ. ഡിവൈഡഡ് ബൈ അടിയിൽ 7 ഇൻറ്റു 10. 7 ക്യാൻ ബി കട്ട്. 22 ഇൻറ്റു 8 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യാം 176 അല്ലേ. 22 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 176 ഡിവൈഡഡ് ബൈ 10 ഉണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 17.6. യൂണിറ്റ് ഏതാ? സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായിരിക്കും ആൻസർ വരിക. ചെയ്തോന്നുകൂടിയും പറയാം. ഇവിടെയുള്ള 0.7 ഉള്ളത് കൊണ്ട് ഡെസിമൽ കളയാനായിട്ട് വേണമെങ്കിൽ മുകളിലും അടിയിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 10 വരും. ഇവിടെ ഏതാ വരിക? 10 വരും അല്ലേ. അപ്പോൾ 22 ഇൻറ്റു 10നെ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 0.7നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 ആവും. 8 will remain the 7 into 10. It will be remaining same. 7ഉം 7ഉം കട്ട് ചെയ്ത് പോയാൽ 22 into 8 what it will be? 176 divided by 10 which can be written as 17.6 centimeter square. That will be the answer. Next question, question number it is 9. Exercise last question ആണ് 9th question ട്ടോ.
A wooden article was made by scooping out a hemisphere from each end of a solid cylinder as shown in figure. If the height of the cylinder is 10 cm and its base is of radius 3.5 cm, find the total surface area of the article. So it's very simple question. ആ ഫിഗർ അവർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. So it is very easy for us. ഒരു ഫിഗർ ഇങ്ങനെ തന്നു നോക്കണം. ഒരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ ബോട്ടും ടോപ്പും ഓരോ ഹെമിസ്ഫിയർ ഉണ്ട് അല്ലേ, അടിയിലും മുകളിലും ഓരോ ഹെമിസ്ഫിയർ ഉള്ളിലേക്ക് കട്ട് ചെയ്തെടുത്ത് നോക്കുകയാണ്. അടിയിലും മുകളിലും ഓരോ ഹെമിസ്ഫിയർ കട്ട് ചെയ്തെടുക്കണം എന്നാണ് പറഞ്ഞത്. മെയ്ഡ് ബൈ സ്കൂപ്പിംഗ് ഔട്ട്, സ്കൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക അല്ലേ. ഔട്ട് എ ഹെമിസ്ഫിയർ ഫ്രം ഈച്ച് ആൻഡ്, മുകളിൽ നിന്നും ഒരു ഹെമിസ്ഫിയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, താഴെ നിന്നും ഒരു ഹെമിസ്ഫിയറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് നോക്കണം. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഈസ് 10 cm, സിലിണ്ടറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 10 cm ആണ്. ഇനി എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആൻഡ് ഇറ്റ്സ് ബേസ് ഓഫ് ഇറ്റ്സ് റേഡിയസ്, റേഡിയസിൻ്റെ ബേസിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാ? 3.5. ബേസിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും ടോപ്പിൻ്റെ റേഡിയസും നമുക്കറിയാം, രണ്ട് സെയിം തന്നെ, 3.5 cm ആണ്. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ എത്രയും ഭാഗത്ത്, ഏത് ഭാഗത്ത് ഏരിയ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക? നോക്കൂ, സൈഡ് നമുക്ക് വരും അല്ലേ, എന്ന് പറഞ്ഞാൽ ഇത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ഉണ്ടായിരിക്കും. മുകൾ ഭാഗത്ത് സർക്കിൾ ഇല്ല, സർക്കിൾ എങ്ങനെയാണ് വന്നത്? ഉള്ളിലേക്ക് ഒരു ഹെമിസ്ഫിയറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് പോയി. അടിഭാഗം എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ബോട്ടം ഓൾസോ ഒരു ഹെമിസ്ഫിയറിൻ്റെ ഫോമിൽ കട്ട് ചെയ്തെടുത്ത് നോക്കുകയാണ്. അപ്പോൾ മുകളിലും ഒരു ഹെമിസ്ഫിയറിൻ്റെ ഫോമിൽ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും, താഴെയും ഒരു ഹെമിസ്ഫിയറിൻ്റെ ഫോമിൽ ഉള്ളിലേക്ക് കട്ട് ചെയ്തെടുത്ത് നോക്കുകയാണ്. സോ വി ക്യാൻ സേ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഓൺ ദ ടോപ്പ് ആൻഡ് ഓൾസോ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഓൺ ദ ബോട്ടം ഓൾസോ. അപ്പോൾ രണ്ട് ഹെമിസ്ഫിയറും ഒരു ഏതാ വരിക? സിലിണ്ടറും, സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും കൂടി ആഡ് ചെയ്തതായിരിക്കും റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദ ആൻസർ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു, എന്തായിരിക്കും വരുന്നത് പറഞ്ഞാൽ? ഒരു സിലിണ്ടറിൻ്റെ സൈഡ് വരും അല്ലേ, എന്ന് പറഞ്ഞാൽ ഏതാ? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ. അടിഭാഗം ഉള്ളിലേക്ക് ഏത് ഷേപ്പിൽ കട്ട് ചെയ്ത് നോക്കുകയാണ്? ഒരു ഹെമിസ്ഫിയറിൻ്റെ ഷേപ്പിൽ. അപ്പോൾ ഏതാ വരിക? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ. മുകൾ ഭാഗം ഏതന്നെ വരിക? ഒരു ഹെമിസ്ഫിയറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് നോക്കുകയല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയുണ്ടെന്ന് പറയാം? നമുക്ക് രണ്ട് ഹെമിസ്ഫിയർ ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ എങ്ങനെ എടുക്കാം? 2 ഇൻറ്റു കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. അടിയിലൊരു ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ വരും, മുകളിൽ ഏതാ വരിക? ഉള്ളിലേക്ക് ഒരു ഹെമിസ്ഫിയർ വന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ ചെയ്തിരുന്ന ഒരു പ്രോബ്ലം പോലെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ പ്ലസ് രണ്ട് ഹെമിസ്ഫിയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും എന്ന് പറഞ്ഞ്? ഒരു സ്ഫിയർ ആണ് അല്ലേ. അപ്പോൾ രണ്ട് ഹെമിസ്ഫിയറിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു സ്ഫിയർ ആണ് എഴുതാം. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ, സ്ഫിയറിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എന്നില്ല, ഒരെണ്ണം മാത്രമേ ഉള്ളൂ, സർഫസ് ഏരിയ. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ, ഈ കർവ്ഡ് സർഫസ് ഏരിയയും ഈ കർവ്ഡ് സർഫസ് ഏരിയയും കൂടി ജോയിൻ ചെയ്താൽ, രണ്ട് ഹെമിസ്ഫിയർ ജോയിൻ ചെയ്താൽ അത് ഏതായിട്ട് മാറും? ഒരു സ്ഫിയർ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം കുറച്ചുകൂടി എളുപ്പത്തിൽ. നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ CSA ഓഫ് എ സിലിണ്ടർ, സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2πRh ആണ്. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഏതാ? 4πr² ആണ്. രണ്ടിലും കോമൺ ആയിട്ട് വീണ്ടും ഏതൊക്കെ ടേംസ് ഉണ്ട്? 2 ഈസ് കോമൺ, പൈ ഈസ് കോമൺ ആൻഡ് r ഈസ് ഓൾസോ കോമൺ. 2πr ഈസ് കോമൺ ഇൻ ദീസ് ടു. രണ്ടിലും 2πr കോമൺ ആയിട്ട് വരും, അവനെ പുറത്തേക്ക് എടുക്കാം. ദെൻ വാട്ട് വിൽ ബി റിമൈനിങ് ഹിയർ? h. ഇതിലെ 4ന്ന് 2 പോയാൽ ബാക്കി 2 ഉണ്ടായിരിക്കും അല്ലേ. പൈ പുറത്തേക്ക് എടുത്തു, 1r ഓൾസോ ടേക്കൺ ഔട്ട് സൈഡ്. ഇനി അവിടെ ഒരു r മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2r, 4πr² 2πr പുറത്തേക്ക് എടുത്താൽ ഇവിടെ ഒരു 2 ഉണ്ടായിരിക്കും, ഒരു r ഉണ്ടായിരിക്കും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു പൈയുടെ വാല്യൂ ഏതാ? 22/7. റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റേഡിയസ് ആണ് തന്നിട്ടുള്ളത്, ഡയാമീറ്റർ അല്ല, റേഡിയസ് ആണ്. വാട്ട് ഈസ് ഗിവൺ? 3.5. അപ്പോൾ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
h എന്ന് പറഞ്ഞ ഹൈറ്റ് ദാറ്റ് ഈസ് ഓൾറെഡി ഗിവൺ 10 എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട് 2 ഇൻറ്റു അതുപോലെ എഴുതി റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതാ 3.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതായത് 2 ഇൻറ്റു 22/7 ഇൻറ്റു 3.5 ഇൻറ്റു 10 പ്ലസ് 2 ഇൻറ്റു 3.5 നമുക്കറിയാം അത് 7 ആണ് അല്ലേ 2 കൊണ്ട് 3.5 മൾട്ടിപ്ലൈ ചെയ്താൽ 7 ആയി അപ്പോൾ 2 ഇൻറ്റു നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം 22/7 ഇൻറ്റു 3.5 ഇൻറ്റു 10 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ എത്രയായി 17 ആയി അല്ലേ സോ ഇറ്റ് വിൽ ബി 70 ഇനി അതിലെ 7 നമുക്ക് 35 ഡയറക്റ്റ് കട്ട് ചെയ്യാം അറിയാത്തവർ 10 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ട് ഡെസിമൽ മാറ്റുക എന്നിട്ട് ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഡെസിമൽ മാറ്റി ചെയ്യുകയാണെങ്കിൽ 2 ഇൻറ്റു 22 ഇൻറ്റു 3.5 ഇൻറ്റു 17 ഡിവൈഡഡ് ബൈ 7 ഈ 3.5ൻ്റെ ഡെസിമൽ മാറ്റാനായിട്ട് മുകളിലൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ അടിയിൽ എന്ത് ചെയ്യാം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ന്യൂമറേറ്റർ ഇങ്ങനെ മാറി വരും 2 ഇൻറ്റു 22 ഇൻറ്റു 3.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 ആയി അല്ലേ ഇൻറ്റു 17 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 10 7 35 5 ടൈംസ് കട്ട് ചെയ്യാം നമുക്കറിയാം അപ്പോൾ ബാക്കി ഉണ്ടാവും എത്രയേ ഉണ്ടാവുള്ളൂ 2 ഇൻറ്റു 22 വിച്ച് ഈസ് ഈക്വൽ ടു 44 ഇൻറ്റു 5 ഇൻറ്റു 17 ഡിവൈഡഡ് ബൈ 10 44നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈസി ആയിട്ട് ചെയ്യാനായിട്ടുള്ള എളുപ്പവഴി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഹാഫ് എടുത്ത് 0 ആഡ് ചെയ്താൽ മതി 44ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 22 അതിൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്യുക 44 ഇൻറ്റു 5 220 ഇൻറ്റു 17 ഡിവൈഡഡ് ബൈ 10 ഈ 0 ക്യാൻ ബി ക്യാൻസൽ ബാക്കി അവിടെ ഏതുണ്ടാവുക 22 ഇൻറ്റു 17 22 ഇൻറ്റു 17 നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും 374 അല്ലേ 374 യൂണിറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം സെൻറ്റിമീറ്റർ സ്ക്വയർ സോ വാട്ട് വിൽ ബി ദ ഫൈനൽ ആൻസർ യു വിൽ ബി ഗെറ്റിംഗ് 374 സെൻറ്റിമീറ്റർ സ്ക്വയർ ദാറ്റ് വിൽ ബി ദ ആൻസർ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആ ഫിഗർ വരയ്ക്കാനായിട്ട് കഴിയണം എന്നിട്ട് ഏതാണ് ഫിഗേഴ്സ് അതായത് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞത് ഏത് ഷേപ്പാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യും അങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഈ ടൈപ്പിൽ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാമെങ്കിൽ വെറുതെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഏതൊക്കെ ഫിഗറിൻ്റെ കോമ്പിനേഷൻ ആണെന്ന് നോക്കി അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക അത് കർവ്ഡ് സർഫസ് ഏരിയ ആണോ ടോട്ടൽ സർഫസ് ഏരിയ ആണോ എന്ന് നോക്കുക അതിനനുസരിച്ച് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ താങ്ക് യു ഫോർ വാച്ചിങ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്